ഗവർണർ വിശ്വനാഥ് രാജേന്ദ്ര അർലേക്കർ വ്യത്യസ്തനാണ് പല രീതിയിൽ. അദ്ദേഹത്തെക്കുറിച്ചുള്ള വളരെ കൗതുകമുണർത്തുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഓഫീസിൽ കൃത്യം ഫയലുകളൊക്കെ വള്ളി പുള്ളി നോക്കാതെ പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഒപ്പിടുള്ളൂ തുടങ്ങിയ നിരവധിയായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവ സവിശേഷതകളാണ് ഗവർണർ പുലർത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഗവർണർ ആർലേക്കർ അദ്ദേഹം നമുക്കറിയാം, നേരത്തെ ഇരുന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം സർക്കാരുമായി ഒരു തുറന്ന പോര് നടത്തിയത് നമുക്കറിയാം. SFIയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ ഒരു ഗവർണറും ഇതുവരെ നടത്താത്ത നീക്കങ്ങളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. കൃത്യമായ നിലപാടുകൾ പറയുന്നതിൽ സർക്കാരിന് വിമർശിക്കേണ്ടടുത്ത് കൃത്യമായി വിമർശിക്കുന്ന ഒരു ഗവർണറൊക്കെ കേരളത്തിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാനിലൂടെ ആയിരിക്കും കൂടുതൽ എന്ന് തോന്നുന്നു. ഈ സദാശിവമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതിനുശേഷം കുറച്ചുകൂടെ കൂടുതൽ ഗവർണർക്ക് സംസ്ഥാന സർക്കാരിനെ നിലയ്ക്ക് നിർത്താൻ കഴിയുമെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് ഈ ഒരു ആരിഫ് മുഹമ്മദ് ഖാൻ്റെ വരവോടെയാണ്. പിന്നീട് ആരിഫ് മുഹമ്മദ് ഖാൻ പോയതിന് ശേഷം വന്നതാണ് വിശ്വനാഥ രാജേന്ദ്ര ആർലേക്കർ എന്ന് പറയുന്ന ഹിമാചൽ പ്രദേശിൽ ഗവർണറായിരുന്ന അദ്ദേഹം. കേരളത്തിലെത്തിയപ്പോൾ തുടക്കം തന്നെ ADGP മനോജ് എബ്രഹാമിനെ, ക്രമസമാധാന ചുമതലയുള്ള ADGPയെ തൻ്റെ രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്തി താൻ വരുന്നതിന് മുൻപ് ഇവിടെ നിന്ന് മാറ്റി CPMൻ്റെ തോഴരായി നിങ്ങൾ ഇവിടെ വച്ച, അതായത് രാജ്ഭവനിലെ കാര്യങ്ങൾ കൃത്യമായി അറിയിക്കാനായി നിങ്ങൾ ഇവിടെ വച്ച പോലീസുകാരെയൊക്കെ തിരിച്ചു വിളിച്ചോളൂ. എന്നിട്ട് ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ആരെയൊക്കെയാണ് ഇവിടെ ചുമതലപ്പെടുത്തിയത് അവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരൂ, അതും ഇത്ര സമയത്തിനുള്ളിൽ എന്ന കർശനമായ ഉത്തരവ് നൽകി അദ്ദേഹം ഞെട്ടിച്ചു കളഞ്ഞു CPMനെ എന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹം പറഞ്ഞത്, ഞാൻ മര്യാദയ്ക്കാണെങ്കിൽ മര്യാദയ്ക്കാണ്, നിങ്ങൾ എൻ്റെ തലയ്ക്ക് മുകളിൽ കയറാൻ വന്നാൽ അതിനു മുകളിൽ കയറാൻ എനിക്കറിയാം. UGCയുടെ ഒരു തീരുമാനം ഉത്തരവ് വന്നു. ഉന്നത വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ UGCയുടെ കീഴിലുള്ള കോളേജുകളിലെ VCമാരുടെ ചുമതല ഇനി ഗവർണർക്ക് മാത്രമാണ് എന്നുള്ളത്. പൂർണ്ണമായ അധികാരം ഗവർണർക്ക് കൊടുത്തുകൊണ്ട് പിൻവാതിൽ നിയമനങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് അതിൽ തീരുമാനമെടുക്കുന്നത് ഗവർണറായിരിക്കും എന്നുള്ളത്. ആ ഒരു ഉത്തരവ് വന്നതിന് ശേഷം പിണറായി വിജയനും ഭാര്യയും കൂടി ഗവർണറെ രാജ്ഭവനിൽ ചെന്ന് കണ്ട് ഒന്ന് സോപ്പിടാനൊക്കെ നോക്കി. അദ്ദേഹം അതിൽ വിഴുന്നിട്ടൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം, കൃത്യമായ കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ എൻ്റെ ഭാഗത്തു നിന്നും കാര്യങ്ങൾ കൃത്യമായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നീട് പറഞ്ഞു, ഓഫീസിനകത്തിരുന്ന് ആളുകളെ ഭരിക്കേണ്ടവരല്ല ജനാധിപത്യത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുത്തവർ, അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി അവരോടൊപ്പം നിൽക്കേണ്ടതാണ് എന്നുള്ളത്. അതും ഒരുപക്ഷെ CPMനെ ഞെട്ടിച്ചു എന്നുള്ളതാണ്. ഈ UGCയുടെ ഉത്തരവ് വന്ന സമയത്ത് നിരവധി CPM നേതാക്കൾ ആർലേക്കർക്കെതിരെ തിരിഞ്ഞെങ്കിലും അദ്ദേഹം അതിന് കൃത്യമായ മറുപടി നൽകുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ അദ്ദേഹം ഓഫീസിൽ വരുന്നത്, ഇപ്പോൾ ഫയലുകൾ പഠിക്കാൻ സാധാരണ PAമാരുണ്ടാവും, അസിസ്റ്റൻറ്റുമാരൊക്കെ ഉണ്ടാവും. ആർലേക്കർ അങ്ങനെയല്ല, കൃത്യമായി അദ്ദേഹം തന്നെ ഫയലുകൾ പഠിച്ച് അതിൽ തീരുമാനം അദ്ദേഹം തന്നെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അല്ലാതെ ആരെയും ആശ്രയിക്കാതെ തന്നെ അദ്ദേഹം തന്നെ അതിൽ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് രാവിലെ 10:30 മണിക്ക് അദ്ദേഹം ഓഫീസിലെത്തും, വൈകിട്ട് 5:30 വരെയും ചില ദിവസങ്ങളിൽ രാത്രി വരെയും അദ്ദേഹം ഓഫീസിൽ ചിലവഴിക്കും. രാവിലെ 10:30 മുതലും ഉച്ചയ്ക്ക് 3:30 മുതലും സന്ദർശകരെ കാണും എന്നാണ് പറയുന്നത്. അദ്ദേഹം ഹിമാചൽ പ്രദേശിൽ ബീഹാറിലുമൊക്കെ ഗവർണറായിരുന്ന സമയത്തും ഇതേ രീതിയിൽ തന്നെ അടുക്കും ചിട്ടയോടും കൂടിയുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് അദ്ദേഹം അവിടെയും കാഴ്ചവെച്ചത് എന്നുള്ളതാണ്. മറ്റൊന്ന്, ജുഡീഷ്യൽ ഓഫീസർമാരുടെ നിയമനം, തടവുകാരുടെ ശിക്ഷയിളവ് എന്നിവ പരിഗണിച്ചപ്പോൾ അതിൻ്റെ എല്ലാ ഫയലുകളും തനിക്ക് നേരിട്ട് തന്നെ കാണണം എന്ന് അദ്ദേഹം അറിയിച്ചു. തുടർന്ന് ഫയലുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെത്തിച്ചു. സബോർഡിനേറ്റ് ജുഡീഷ്യറിയുടെ അധികാരിയായ ഗവർണറാണ് നിയമനങ്ങൾക്ക് അനുമതിയും നൽകേണ്ടത്. ചാൻസലർ എന്ന നിലയിൽ സർവകലാശാലയുടെ സെനറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കുമെന്നും നേരത്തെ തന്നെ ഗവർണർ പ്രഖ്യാപിച്ചിരുന്നു. ഓപ്പൺ സർവകലാശാല സെനറ്റിൽ അദ്ദേഹം അധ്യക്ഷനായി. MG സർവകലാശാലയും അദ്ദേഹം സന്ദർശിക്കും. കേരളയിലെ സെനറ്റിലും പങ്കെടുക്കുന്നുണ്ട്. ബീഹാറിൽ 20 സർവകലാശാലയുടെ സെനറ്റ് യോഗത്തിൽ പലവട്ടം പങ്കെടുത്തിട്ടുണ്ട് ഗവർണർ. ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മാത്രമല്ല അക്കാദമിക് കാര്യങ്ങൾക്കായും സെനറ്റ് യോഗം ചേരണമെന്നും എല്ലായിടത്തും ബിരുദാനന്ദ ചടങ്ങ് നടത്തണമെന്നും ഗവർണർ നിർദ്ദേശിച്ചിട്ടുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഷെറിൻ എന്ന് പറയുന്ന DGPയുടെയും ഒരു മന്ത്രിയുടെയും ഒക്കെ കളിത്തോഴിയായിരുന്ന ഷെറിൻ
ഗവർണർ വധക്കേസിലെ പ്രതി അവർക്ക് ജയിലിൽ കൊടുത്ത സൗകര്യങ്ങൾ സഹതടവുകാരിയായ സുനിത തന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ നമ്മളൊക്കെ അതിശയിച്ചതാണ്. ലിപ്സ്റ്റിക്ക് രാത്രിയാകുമ്പോൾ പിന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് കൊണ്ടുപോകുന്നു, മണിക്കൂറുകൾക്ക് ശേഷം തിരിച്ചു കൊണ്ടുവിടുന്നു. അവിടെ പാറിപ്പറന്ന്, അതായത് ഒരു ഉല്ലാസ യാത്രയ്ക്ക് വന്നതുപോലെയാണ് ഷെറിൻ ജയിലിൽ പാറിപ്പറന്ന് നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഷെറിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ട് ഗവർണർ ഫയലിൽ ഒപ്പുവെച്ചാലേ ഷെറിന് പൂർണ്ണമായി മോചനം കിട്ടൂ. അക്കാര്യത്തിൽ ഇതുവരെ ഗവർണർ തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളതാണ്. സർക്കാരിൻ്റെ ശുപാർശകളൊന്നും ഇതുവരെ ഗവർണർ നിരസിച്ചിട്ടില്ലെങ്കിലും കാരണവർ കേസിലെ ഷെറിനെ അടക്കം 2 വനിതാ തടവുകാരെ മോചിപ്പിക്കാനുള്ള ശുപാർശയിൽ ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല. തടവുകാരെ മോചിപ്പിക്കാൻ ആവശ്യമായ എല്ലാ റിപ്പോർട്ടുകളും ഹാജരാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും രാജ്ഭവനിലെത്തുന്ന മന്ത്രിമാർ, VIP-കൾ എന്നിവർക്കൊപ്പമെല്ലാം എടുത്ത ഫോട്ടോകൾ ഫ്രെയിം ചെയ്ത് ഉപകാരമായി ഗവർണർ നൽകും. കഴിഞ്ഞ ദിവസം മന്ത്രിമാരായ ആർ ബിന്ദു, പി രാജീവ് എന്നിവർക്കും സ്പീക്കർ കുടുംബസമേതം കാണാനെത്തിയപ്പോഴും അദ്ദേഹം ചിത്രം സമ്മാനിച്ചിരുന്നു. അപ്പോൾ മൊത്തത്തിൽ കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് അവലോകനം ചെയ്ത് CPM പറയുമ്പോൾ ഏറാൻ മൊഴിയായി നിൽക്കുന്ന ഒരു ഗവർണറായി എന്നെ കിട്ടില്ല, ഞാൻ തന്നെ ഫയലുകൾ നോക്കും, ഞാൻ തന്നെ അത് പഠിക്കും, എന്നിട്ട് എനിക്കത് ഉചിതമെന്ന് തോന്നിയാൽ ഞാനതിൽ ഒപ്പുവയ്ക്കും. ഇല്ല എങ്കിൽ ആ ഫയലുകൾ രാഷ്ട്രപതിക്ക് വിടും, രാഷ്ട്രപതി തീരുമാനിക്കട്ടെ എന്താണ് എന്നുള്ളത്. ആരിഫ് മുഹമ്മദ് ഖാനിൽ നിന്ന് 1 ഇഞ്ച് പോലും പിന്നോട്ടല്ല ആർലേക്കർ എന്നുള്ളതാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു ക്ഷിപ്രകോപിയാണെങ്കിൽ ചിരിച്ചുകൊണ്ട് കാര്യങ്ങളെ നേരിടുന്ന ഒരാളാണ് ആർലേക്കർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നുള്ളതാണ്. എന്തായാലും കാരണവർ വധക്കേസിലെ പ്രതി ഷെറിന് അത്ര പെട്ടെന്നൊന്നും മോചനം ലഭിക്കുമെന്നൊന്നും തോന്നുന്നില്ല. കാരണം ഏറ്റവും കൂടുതൽ പരോൾ പോയ ഒരു തടവ് പുള്ളി കൂടിയാണ് ഷെറിൻ എന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പറയാനുള്ളത്. എന്തായാലും ആർലേക്കറുടെ ഇത്തരം തീരുമാനങ്ങൾ, നിലപാടുകളൊക്കെ CPM-നെ വല്ലാതെ പ്രകോപിപ്പിക്കില്ലേ? തീർച്ചയായിട്ടും CPM പക്ഷേ ഈ ഒരു പുതിയ നിലപാട് എന്ന് പറയുന്നത് CPM-ന്റെ എന്താ പറയുക, രഹസ്യങ്ങളൊക്കെ പരിശോധിക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറാകുന്നു എന്നുള്ളതാണല്ലോ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും അത് അവരെ പ്രകോപിപ്പിക്കും. അവർ കൂടുതൽ കരുതലോടുകൂടി വരും ദിവസങ്ങളിൽ പല കാര്യങ്ങളിലും ചുവട് വയ്ക്കും എന്നാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. നേരത്തെ തന്നെ ഈ നയപ്രഖ്യാപന സമയത്തൊക്കെ ഈ ഗവർണറിനെ വലിയ രീതിയിൽ അനുകൂലിച്ചുകൊണ്ട് ഉള്ള ഒരു പ്രസ്താവനകളൊക്കെ ഗോവിന്ദൻ്റെ ഭാഗത്ത് നിന്നൊക്കെ നമ്മൾ ഉയരുന്നത് കണ്ടതാണ്. എന്തൊരു അന്തസ്സുള്ള ആളാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. അദ്ദേഹം മുഴുവനായിട്ട് നയപ്രഖ്യാപനം വായിക്കാൻ തയ്യാറായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു അനുകൂല സമീപനം ഗവർണറുമായിട്ട് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാണ് എന്നതാണ് പ്രതികരണത്തിലൂടെയൊക്കെ CPM നേരത്തെ ഒരാഴ്ച 2-3 ആഴ്ചകൾക്ക് മുമ്പേ ഈ നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കി തന്നത്. പക്ഷേ ഈ ഒരു നീക്കം ഗവർണർ എല്ലാ ഫയലുകളും കൃത്യമായി പരിശോധിച്ചുകൊണ്ടാണ് ഒപ്പുവെക്കുന്നത് എന്നൊരു നീക്കം, അതായത് അദ്ദേഹത്തിൻ്റെ മറ്റ് PA-യോ മറ്റു ഉദ്യോഗസ്ഥരെയോ ഒന്നും ഏൽപ്പിക്കാതെ സ്വയം ആ കർത്തവ്യം ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുന്നതിലൂടെ ഗവർണർ സർക്കാരിനോടും കൂടി പറയുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് എൻ്റെ ഒരു കണ്ണ് നിങ്ങളുടെ ഓരോ പ്രവർത്തിക്കും മുമ്പിലുണ്ട്, അതുകൊണ്ട് വളരെ കരുതലോടും കൂടിയിട്ടും മാത്രം നീങ്ങിയാൽ മതി, അല്ലെങ്കിൽ ഞാൻ പണിയേണ്ടടുത്ത് നോക്കി പണിയാനും എനിക്ക് അറിയാം എന്നാണ് ഗവർണർ സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്.